അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്ന് താങ്കൾ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞല്ലോ. മറ്റൊരു സന്ദർഭത്തിൽ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബിനീഷിനെതിരെ ഒരു കേസ് ഉണ്ടായപ്പോൾ ഈ നിലപാടല്ലല്ലോ പാർട്ടി സ്വീകരിച്ചത്. പാർട്ടി സെക്രട്ടറിയുടെ മകൻ ചെയ്ത തെറ്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടിക്കില്ല എന്നാണല്ലോ അന്നത്തെ നിലപാട്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ കേസിനുള്ളത്, ശ്രീ എം വി ജയരാജൻ? അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, മാത്യു കുഴൽനാടൻ കൊടുത്ത കേസുകളിലെല്ലാം പിണറായി വിജയനെ മുഖ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു. മകൾക്ക് CMRL കമ്പനിയിൽ നിന്ന് ഒരു കരാറ് കിട്ടാൻ വേണ്ടി സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി ഈ കമ്പനിക്ക് കൊടുത്ത പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹർജി. അത് ഇപ്പോൾ ED കോട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ലാത്ത ഒരു ഹർജി മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയല്ലോ. ഒരു നിവേദനം കൊടുത്തപ്പോൾ എക്സാം ആൻഡ് പുട്ടപ്പ് എന്ന് എഴുതി വെച്ചാൽ പരിശോധിച്ച് സമർപ്പിക്കുക എന്ന് ഏത് മന്ത്രി എഴുതുന്ന ഒരു കടലാസ് കാണിച്ചത് പുറമ്പോക്ക് ഭൂമി ഈ കമ്പനിക്ക് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചു പോയതല്ലേ. അതുകൊണ്ട് പിണറായി വിജയനെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ്, അതിലൊരു തർക്കവുമില്ല. അതാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇനി ഈ കേസിൻ്റെ കുറച്ച് മെറിറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ദയവായി സമയം അനുവദിച്ചാൽ, വീണ വിജയൻ ഒരു കമ്പനിയുമായി, വീണ വിജയൻ ഡയറക്ടറായ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. സോഫ്റ്റ്വെയർ മേഖലയിലെ ഒരു സേവനം, അതിന് കരാർ പ്രകാരമുള്ള പ്രതിഫലം കിട്ടുന്നു. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് അടക്കമുള്ളതാണ് ആ കരാർ. അങ്ങനെ പ്രതിഫലം വാങ്ങിയതിനെയാണ് ചെളി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ വിജയൻ്റെ കമ്പനി പ്രതിഫലം വാങ്ങിയെന്ന് പറയുന്നത്. അത് ഒരു വലിയ തമാശയാണ് കേട്ടോ. മാത്യു കുഴൽനാടൻ പോലും അത് പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പോൾ കൃത്യമായ ഒരു IT കമ്പനി, IT മേഖലയിൽ നമുക്കറിയാലോ, വർക്ക് ഫ്രം ഹോം എന്ന നിലയിലേക്ക് വളർന്നു വന്നല്ലോ. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, അത് കൃത്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം, ഇത് ഏത് സേവനമാണ്, ഏത് കമ്പനിയുടേതാണ്, ഇത് CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി ഇവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് ശ്രീ ജിതിൻ ദേവ് താങ്കൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് ജിതിൻ ദേവിനെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ മൊഴിയെ ഈ കമ്പനിയുടെ MD ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക്, ഇൻകം ടാക്സിൻ്റെ ബോർഡിലേക്ക് കൊടുത്ത ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ആളല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് MD കൃത്യമായി പറയുന്നുണ്ട്, ഈ എക്സാലോജിക്കിന് ഇങ്ങനെയൊരു കരാർ കൊടുത്തിട്ടുണ്ട്, അവർ സേവനം നൽകിയിട്ടുണ്ട്, അവർക്ക് പ്രതിഫലം നൽകിയിട്ടുണ്ട്. ആ വിശദാംശങ്ങളെല്ലാം തന്നെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിലേക്ക് കൊടുത്ത രേഖയിലുണ്ട് എന്ന് മാത്രമല്ല, ആ സേവനത്തിന് പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. ജോലി ചെയ്തതിന്റെ വേതനമാണ്. ജോലി ചെയ്തതിന്റെ വേതനം വാങ്ങുമ്പോ അത് യഥാർത്ഥത്തിൽ ആ കമ്പനി, അത് അവരോട് ചോദിക്കണം. അതായത് ഈ IT കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് സർവീസാണ്, ഏത് സേവനമാണ് നൽകിയത്, ഏത് സേവനത്തിന്റെ പ്രതിഫലമാണ് 2.78 കോടിയായി ലഭിച്ചത്? 2, EICPL, അതായത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ശശിധരൻ കർത്തയുടെ, അവർ എക്സാലോജിക്കിന് 50 ലക്ഷം രൂപയുടെ ലോൺ അനുവദിച്ച സംഭവം, അതിനെക്കുറിച്ചിട്ടുള്ള പരിശോധനയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതെ, അതിലെല്ലാമുള്ള വസ്തുത എന്ന് പറയുന്നത്, ഇവർ ആ കമ്പനിക്ക് നൽകിയ സേവനത്തിനുള്ള IT കൺസൾട്ടൻസി സേവനത്തിനുള്ള ആനുവൽ മെയിൻ്റനൻസ് അടക്കമുള്ള കരാറിൻ്റെ ഭാഗമായി കിട്ടിയ വേതനമാണ്. അതിൽ വേറെയൊരു തെറ്റുമില്ല. ഒന്ന്, ആ സേവനം ആവശ്യപ്പെട്ട് കരാറുണ്ടാക്കിയ കമ്പനി അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു, ഇവർ അത് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പണമെല്ലാം കിട്ടിയത് നിങ്ങളിപ്പോൾ 20 crore എന്നാണ് പറഞ്ഞെങ്കിൽ അത് തെറ്റാണ് കേട്ടോ ഗോപികൃഷ്ണ. 20 crore ഒന്നും ഇല്ല, ടാക്സ് അടച്ചിട്ടുണ്ട്. കൃത്യമായി കിട്ടിയ പണത്തിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് അടച്ചിട്ടുണ്ട്.
കൈക്കൂലി വാങ്ങുന്നതിന് ആരെങ്കിലും ടാക്സ് അടക്കും? GST അടച്ചില്ല എന്നാണോ മാത്യു കുഴൽനാട് ഒരു കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്? അതിൻ്റെ രേഖ പുറത്തു വന്നു. ഇതടക്കമുള്ള വരുമാനത്തിന് വീണ വിജയൻ കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്നുണ്ട്. അപ്പോൾ നിയമാനുസൃതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയുടെ, ഒരു സംരംഭകയുടെ അവർ ജോലി ചെയ്തതിനുള്ള വേതനമാണ് ഈ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ആ കമ്പനിക്ക് എന്തെങ്കിലും അഭീതമായി സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം അതില്ലെന്ന് വിജിലൻസ് കോടതി കണ്ടെത്തിയല്ലോ. അല്ല, സോഫ്റ്റ്വെയറിന്റെ പേരല്ലേ പറഞ്ഞത്? അല്ലല്ല, ആ സേവനത്തിൽ IT കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള സേവനമാണ്. ആ സേവനം എന്താണെന്നുള്ളതാണ് ശ്രീ എം വി ജയരാജൻ. എന്ത് സേവനത്തിനാണ് 2.78 കോടി രൂപ കിട്ടിയത് എന്നതിലല്ലേ നമ്മുടെ അവ്യക്തത നിൽക്കുന്നത്? അതെ, അത് CM അല്ലല്ല, വർഷങ്ങളായി ആ സേവനത്തിന്റെ വേണ്ടിയുള്ള പ്രതിഫലത്തിന്റെ ഭാഗമാണ് ഈ തുക. അത് കൃത്യമായി ഞാൻ ഒറ്റയൊന്നും കാര്യം ചോദിക്കാം. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാറുണ്ടാക്കിയാൽ അത് അക്കൗണ്ട് ത്രൂ പണം അടച്ചാൽ അതിലെന്തെങ്കിലും അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ ശശിധരൻ കർത്തയുടെ വ്യക്തിപരമായ കമ്പനിയല്ല, വീട്ടിലെ മാത്രം കമ്പനിയല്ല, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയെ പറ്റി ഞാൻ പറഞ്ഞു. ആ കമ്പനി പിന്നീട് നിങ്ങളെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമായി കരാറുണ്ടാക്കി, KMML-യുമായി കരാറുണ്ടാക്കി, KSIDC-യുമായി കരാറുണ്ടാക്കി. ഈ കരാറ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് ഓർത്തോളണം. ഈ സംയുക്ത സംരംഭം ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് ഓർത്തോളണം. ഒരു കാര്യമേ ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിണറായി വിജയൻ്റെ മകൾ അവിഹിതമായ വിധത്തിൽ ഈ CMRL കമ്പനിയിൽ നിന്ന് യാതൊന്നും കൈപ്പറ്റിയില്ല. ബാങ്ക് ത്രൂ ആണ് പ്രതിഫലം പറ്റിയത്. അതിന് ടാക്സ് അടച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഇനി വേറൊരു കാര്യം പറയട്ടെ. വ്യക്തമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.